ഇന്ന് നമുക്കൊരു കിടിലൻ ബിരിയാണിന്റെ റെസിപ്പി നോക്കാം. അധികം പണികളോ സ്റ്റെപ്സ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദം ബിരിയാണിയാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ചിക്കനിലോട്ട് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി നല്ല രീതിയിൽ തിരുമ്പിയിട്ട് മാറ്റി വെക്കാം. പിന്നെ അലങ്കോല പണികൾക്കായിട്ട് സവാളയും ഇപ്പം മുന്തിരിയൊക്കെ കൈയോടെ വറുത്തെടുക്കുന്നുണ്ട്. ഒരു 4 സവാളയാണ് വറുത്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കുക്കറിലോട്ട് ഓയിലും നെയ്യും ചൂടാക്കിയിട്ട് ഗരം മസാലയുടെ മുഴുവൻ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തിട്ട് കുറച്ച് ചെറിയുള്ളിയും പച്ചമുളകും ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് തക്കാളിയും കുറച്ച് പുതിനയില കൂടി ഇട്ട് കൊടുക്കാം. അതുകൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് മസാല തേച്ച് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കന്റെ കൂടെ തന്നെ ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞതും പിന്നെ കുറച്ച് തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് ഇത്രയും ഒന്ന് ഹാഫ് കുക്കായി വരുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ച സവാളയിൽ നിന്ന് പാതി മുക്കാലും സവാള ഇതിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കാറ്. എന്നിട്ട് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് മുഴുവനായിട്ട് ചിക്കനൊക്കെ വേവിച്ചെടുക്കുക. ചിക്കനൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ഇടാനുള്ള പരിപാടി നോക്കാം. റൈസ് സെറ്റ് ചെയ്യണമെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇത് നമ്മൾ സാധാരണ ഗീ റൈസ് ഉണ്ടാക്കുന്ന പോലെ ബസ്മതി റൈസിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. റൈസൊക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ട് പിന്നെ നമ്മൾ അതിന് മേലെ ഇട്ട് കൊടുക്കുന്നത് മല്ലിയില, പുതിനയില, പിന്നെ നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ കുറച്ച് സവാള നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല വറുത്തത്, അതുകൂടി ചേർത്തിട്ട് നെയ്യും കുറച്ച് ഗരം മസാല അവിടെ തൂവി കൊടുക്കുക. കുക്കറിന്റെ വിസിലില്ലാതെ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ദം ചെയ്തെടുക്കുക. ഇവിടെ ഒന്ന് ആർക്കഴിഞ്ഞെന്ന് വെച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ബിരിയാണി ആയിരുന്നു. അപ്പൊ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.